Hi, hello my dear viewers. Today we are going to talk about Accounting Standard 20, that is Earnings Per Share. MCOM 4th semester in 5th module ആണ് Accounting Standard 20 Earnings Per Share. So നമുക്ക് വീഡിയോയിലേക്ക് പോവാം. Module 5 Accounting Standard 20, that is Earnings Per Share. Earnings per share is a financial ratio indicating the amount of profit or loss for the period attributable to each equity share. ഓക്കെ, സോ ഓരോ ഇക്വിറ്റി ഷെയറിൽ നിന്നും നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അതാണെന്ന് പറയുന്നത് ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറയുന്നത്. ആൻഡ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 20 ഗീവ്സ് കമ്പ്യൂട്ടേഷണൽ മെത്തഡോളജി ഫോർ ദ ഡിറ്റർമിനേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ബേസിക് ആൻഡ് ഡൈല്യൂട്ടഡ് ഏർണിങ്സ് പെർ ഷെയർ. സിംപ്ലി നമുക്ക് ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറയുമ്പോൾ ഓരോ ഇക്വിറ്റി ഷെയറിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു പെർട്ടിക്കുലർ പീരീഡിൽ നമുക്ക് കിട്ടുന്ന ഏർണിങ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറയുന്നത്. ദിസ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഈസ് മാൻഡേറ്ററി ഫോർ ഓൾ കമ്പനീസ്. ഹൗവർ, ഡിസ്ക്ലോഷർ ഓഫ് ഡൈല്യൂട്ടഡ് ഏർണിങ്സ് പെർ ഷെയർ ഈസ് നോട്ട് മാൻഡേറ്ററി ഫോർ സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് കമ്പനീസ്. ഇപ്പോൾ ഈ ഒരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എല്ലാ കമ്പനീസിലും മാൻഡേറ്ററി ആണ്. പക്ഷേ ഡൈല്യൂട്ടഡ് ഏർണിംഗ് പെർ ഷെയറിൻ്റെ ഡിസ്ക്ലോഷർ എന്താണ്? സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് കമ്പനീസിൽ മാൻഡേറ്ററി അല്ല. ഇൻ കൺസോളിഡേറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് the information required by Accounting Standard 20 should be presented on the basis of consolidated information. Okay, so ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. To describe principles for determination and presentation of earnings per share which will improve comparison of performance among different enterprises for the same period and among different accounting periods for the same enterprises. സോ ഏർണിങ്സ് പെർ ഷെയറിനെ ഡിറ്റർമൈൻ ചെയ്യാനും അതിനെ പ്രസൻറ്റ് ചെയ്യാനും ആവശ്യമായിട്ടുള്ള പ്രിൻസിപ്പിൾസ് പറയുന്ന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 20, ദാറ്റ് ഈസ് ഏർണിംഗ് പെർ ഷെയർ, വിച്ച് വിൽ ഇംപ്രൂവ് കമ്പാരിസൺ ഓഫ് പെർഫോമൻസ് എമംഗ് ഡിഫറെൻറ്റ് എൻ്റർപ്രൈസസ് ഫോർ ദ സെയിം പീരീഡ്. അപ്പോൾ ഒരു സെയിം പീരീഡിനുള്ളിൽ രണ്ട് എൻ്റർപ്രൈസസ് തമ്മിലുള്ള പെർഫോമൻസിൻ്റെ കമ്പാരിസൺ നമുക്ക് എന്ത് ചെയ്യും? ഇത് പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് എമംഗ് ഡിഫറെൻറ്റ് അക്കൗണ്ടിംഗ് പീരീഡ്സ് ഫോർ ദ സെയിം എൻ്റർപ്രൈസസ്. ഇനി ഇതിനുള്ളിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് നോക്കാം. ഫസ്റ്റ് വൺ, ഇക്വിറ്റി ഷെയർസ്. ആൻഡ് ഇക്വിറ്റി ഷെയർ ഈസ് എ ഷെയർ അതർ ദാൻ preference share. Next one, preference share. Shares carrying preferential rights to dividends and repayment of capitals. Next, preference shares. Shares carrying preferential rights to dividends and repayment of capitals. ഡിവിഡൻസിനും ക്യാപിറ്റൽ റീപേയ്മെൻറ്റിനൊക്കെ പ്രിഫറൻഷ്യൽ റൈറ്റ് വരുന്ന ഷെയർസ്, ആദ്യം കൊടുക്കുന്ന പ്രിഫറൻഷ്യൽ റൈറ്റ് വരുന്ന ആ ഷെയർസാണ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ ഇക്വിറ്റി ഷെയർസ്, എ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ഓർ അതർ കോൺട്രാക്ട് ദാറ്റ് എൻടൈറ്റിൽസ് ഓർ മേ എൻടൈറ്റിൽസ് ഇറ്റ്സ് ഹോൾഡർ ടു ഇക്വിറ്റി ഷെയർസ്. ദെൻ ഷെയർ വാറൻറ്റ്സ് ഓർ ഓപ്ഷൻസ്, ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് ഗീവ് ദ ഹോൾഡർ റൈറ്റ് ടു അക്വയർ ഇക്വിറ്റി ഷെയർ. അതാണ് ഷെയർ വാറൻറ്റ് അല്ലെങ്കിൽ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ദെൻ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് എന്താണെന്ന് നോക്കാം. എനി കോൺട്രാക്ട് ദാറ്റ് ഗീവ് റൈസ് ടു ബോത്ത് എ ഫൈനാൻഷ്യൽ അസറ്റ് ഓഫ് വൺ എൻ്റർപ്രൈസ് ആൻഡ് എ ഫൈനാൻഷ്യൽ ലൈബിലിറ്റി ഓർ ഇക്വിറ്റി ഷെയർസ് ഓഫ് അനദർ എൻ്റർപ്രൈസ്. ദെൻ ഫൈനാൻഷ്യൽ അസറ്റ്സ്. എ ഫൈനാൻഷ്യൽ അസറ്റ് ഈസ് എനി അസറ്റ് ദാറ്റ് ഈസ് ക്യാഷ്, a contractual right to receive cash or another financial asset from one enterprise, a contractual right to exchange financial instrument with another enterprise under conditions that are potentially favorable, or an equity share of another enterprise. അപ്പോൾ ഒരു ഫൈനാൻഷ്യൽ അസറ്റ് എന്ന് പറയുമ്പോൾ ഏതൊരു അസറ്റും ആവാം. ദാറ്റ് ഈസ് ക്യാഷ് ആവാം, അല്ലെങ്കിൽ എ കോൺട്രാക്ച്വൽ റൈറ്റ് ടു റിസീവ് ക്യാഷ് or another financial asset from another enterprise. അല്ലെങ്കിലോ എ കോൺട്രാക്ച്വൽ റൈറ്റ് ടു എക്സ്ചേഞ്ച് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് വിത്ത് അനദർ എൻ്റർപ്രൈസ് അണ്ടർ കണ്ടീഷൻസ് ദാറ്റ് ആർ പൊട്ടൻഷ്യലി ഫേവറബിൾ, ഓർ ആൻ ഇക്വിറ്റി ഷെയർ ഓഫ് അനദർ എൻ്റർപ്രൈസ്. ഇപ്പോൾ ഇത് എന്തും ആവാം എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ അസറ്റ് എന്ന് പറയുന്നത്. ദെൻ ഫൈനാൻഷ്യൽ ലൈബിലിറ്റി, എനി ലൈബിലിറ്റി ദാറ്റ് ഈസ് കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ടു ഡെലിവർ ക്യാഷ് ഓർ അനദർ ഫൈനാൻഷ്യൽ അസറ്റ് ടു അനദർ എൻ്റർപ്രൈസ്. മറ്റൊരു എൻ്റർപ്രൈസിന് ക്യാഷ് കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫൈനാൻഷ്യൽ അസറ്റ് ഡെലിവറി ചെയ്യാനോ ഉണ്ടെങ്കിലുള്ള അത്തരത്തിലുള്ള കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷനെയാണ് നമ്മൾ ഫൈനാൻഷ്യൽ ലൈബിലിറ്റി എന്ന് പറയുന്നത്. ഓർ ടു എക്സ്ചേഞ്ച് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് വിത്ത് അനദർ എൻ്റർപ്രൈസ് അണ്ടർ കണ്ടീഷൻസ് ദാറ്റ് ആർ പൊട്ടൻഷ്യലി അൺഫേവറബിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഏർണിങ്സ് പെർ ഷെയറിലേക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഏർണിങ്സ് പെർ ഷെയറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ബേസിക് ഏർണിങ്സ് പെർ ഷെയർ ഈസ് കാൽക്കുലേറ്റഡ് ആസ് net profit or loss attributable to equity shareholders divided by weightage average number of equity shares outstanding during the period. അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വരുന്ന നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, അതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു?
divided by weightage average number of equity shares outstanding during the period. ആ ഒരു പെർട്ടിക്കുലർ പീരീഡിലുള്ള ഇക്വിറ്റി ഷെയർസിൻ്റെ ആവറേജ് നമ്പറാണ് നമ്മുടെ ഡിനോമിനേറ്ററിൽ വരുന്നത്. സോ നമുക്ക് ഈ ന്യൂമറേറ്ററിലേക്ക് പോവാം. അതായത് ഏർണിങ്സ് ഫോർ കാൽക്കുലേറ്റിംഗ് ബേസിക് ഏർണിങ്സ് പെർ ഷെയർ. ബേസിക് ഏർണിങ്സ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ന്യൂമറേറ്റർ വേണമല്ലേ. അപ്പോൾ ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു ന്യൂമറേറ്റർ എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ആട്രിബ്യൂട്ടബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ്. അപ്പോൾ അത് എന്തായിരിക്കണം എന്നാണ് പറയുന്നത്. ദ നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരീഡ് ആട്രിബ്യൂട്ടബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഷുഡ് ബി ദ നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് പ്രിഫറൻസ് ഡിവിഡൻസ് ആൻഡ് എനി ആട്രിബ്യൂട്ടബിൾ ടാക്സ് ദെയർടു ഫോർ ദ പീരീഡ്. അപ്പോൾ ഈ പറയുന്ന നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറയുന്നത് എന്ത് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷമുള്ളതാണ്? പ്രിഫറൻസ് ഡിവിഡൻസും ആൻഡ് എനി ആട്രിബ്യൂട്ടബിൾ ടാക്സ് ദെയർടു ഫോർ ദ പീരീഡ്. എന്തെങ്കിലും ടാക്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം വരുന്ന എമൗണ്ടാണ് നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരീഡ് ആട്രിബ്യൂട്ടബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഐറ്റംസ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻസ് which are recognized in a period, including tax expenses and extraordinary items, are included in the determination of the profit or loss for the period. സോ ആ ഒരു പീരീഡിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഇൻകം ആൻഡ് എക്സ്പെൻസസും അതിനുള്ളിൽ വരും. ഇനി നമുക്ക് ഡിനോമിനേറ്റർ നോക്കാം. പെർ ഷെയർ അല്ലേ. ദ നമ്പർ ഓഫ് ഷെയർസ് യൂസ്ഡ് ഇൻ ദ ഡിനോമിനേറ്റർ ഫോർ ബേസിക് ഏർണിംഗ്സ് പെർ ഷെയർ ഷുഡ് ബി ദ വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഇക്വിറ്റി ഔട്ട്സ്റ്റാൻഡിംഗ് ഡ്യൂറിംഗ് ദ പീരീഡ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷനിൽ ഡിനോമിനേറ്റർ ആയിരുന്നു അതല്ലേ. അപ്പോൾ വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഇക്വിറ്റി ഔട്ട്സ്റ്റാൻഡിംഗ് ഡ്യൂറിംഗ് ദ പീരീഡ് ആണ് ഇതിൻ്റെ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത്. ദ വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഡ്യൂറിംഗ് ദ പീരീഡ് ഈസ്, അപ്പോൾ ഇത് എന്താണ്? ഈസ് ദ നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പീരീഡ് adjusted by the number of equity share bought back or issued during the period multiplied by a time weighted factor. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഈ പറയുന്ന വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ദ നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി പീരീഡ്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ പീരീഡിൻ്റെ ബിഗിനിങ്ങിൽ ഉണ്ടായിരുന്ന ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്ന നമ്പർ ഓഫ് ഷെയർസിനോടൊപ്പം നമ്മൾ എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നു? ദ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ബോട്ട് ബാക്ക് ഓർ ഇഷ്യൂ ഡ്യൂറിംഗ് ദ പീരീഡ് മൾട്ടിപ്ലൈഡ് ബൈ എ ടൈം വെയ്റ്റഡ് ഫാക്ടർ. അപ്പോൾ എന്താണ് ടൈം വെയ്റ്റഡ് ഫാക്ടർ എന്ന് നോക്കാം. ദ ടൈം വെയ്റ്റഡ് ഫാക്ടർ ഈസ് ദ നമ്പർ ഓഫ് ഡേയ്സ് ഓഫ് ദി ഷെയർസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ പീരീഡ്. പാർട്ട്ലി പെയ്ഡ് ഇക്വിറ്റി ഷെയർസ് ആർ ട്രീറ്റഡ് ആസ് എ ഫ്രാക്ഷൻ ഓഫ് ഇക്വിറ്റി ഷെയർ ടു ദ എക്സ്റ്റെൻറ്റ് ദാറ്റ് ദേ വെർ എൻടൈറ്റിൽഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിവിഡൻസ് റിലേറ്റീവ് ടു എ ഫുള്ളി പെയ്ഡ് ഇക്വിറ്റി ഷെയർ. ദാറ്റ് ഈസ് പാർട്ട്ലി പെയ്ഡ് ഇക്വിറ്റി ഷെയർ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ആസ് എ ഫ്രാക്ഷൻ ഓഫ് ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ അതിന് ഡിവിഡൻസ് റിലേറ്റീവ് ടു ഫുള്ളി പെയ്ഡ് ഇക്വിറ്റി ഷെയറുമായിട്ടുള്ള റിലേഷൻ്റെ ബേസിസിലാണ് നമ്മൾ നോക്കുന്നത്. വെൻ ആൻ എൻ്റർപ്രൈസ് ഹാസ് ഇക്വിറ്റി ഷെയർസ് ഡിഫറെൻറ്റ് നോമിനൽ വാല്യൂസ്, ഒരു എൻ്റർപ്രൈസിന് ഇക്വിറ്റി ഷെയർസ് ഡിഫറെൻറ്റ് നോമിനൽ വാല്യൂസിലാണെങ്കിൽ ബട്ട് വിത്ത് ദ സെയിം ഡിവിഡൻഡ് റൈറ്റ് സെയിം ആണെങ്കിൽ ദ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ കൺവേർട്ടിംഗ് ഓൾ സച്ച് ഇക്വിറ്റി ഷെയർസ് ഇൻ ടു ഇക്വാലൻറ്റ് നമ്പർ ഓഫ് ഷെയർസ് ഓഫ് ദി same nominal value. Equity shares may be issued or the number of shares outstanding may be reduced without a corresponding change in resources. റിസോഴ്സസിനൊന്നൊരു കറസ്പോണ്ടിങ് ചേഞ്ച് ഉണ്ടാവാതെയാണ് എന്ത് ചെയ്യുന്നത്? ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് റെഡ്യൂസ് ചെയ്യുന്നത്. എൻ്റെ എക്സാമ്പിളാണ് ബോണസ് ഇഷ്യൂ ഓർ ഷെയർ സ്പ്ലിറ്റ്സ്. ഇൻ എ റൈറ്റ് ഇഷ്യൂ ദ എക്സൈസ് പ്രൈസ് ഈസ് ഓഫൻ ലെസ് ദാൻ ദ ഫെയർ വാല്യൂ ഓഫ് ദി ഷെയർസ്. എ റൈറ്റ് ഇഷ്യൂ യൂഷ്വലി ഇൻക്ലൂഡ്സ് എ ബോണസ് എലമെൻറ്റ്. The number of equity shares to be used in calculating basic earnings per share for all periods prior to the right issue is the number of equity shares outstanding prior to the issue multiplied by the following adjustment factor. That is the number of equity shares to be used in calculating basic earnings per share. Basic earnings per share calculate ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുമ്പോൾ അതെന്താണ്? is the number of equity shares outstanding prior to the issue. അതിനോടൊപ്പം നമ്മൾ ചില ഫാക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാണ്, അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടേഴ്സ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഫെയർ വാല്യൂ പെർ ഷെയർ ഇമീഡിയറ്റ്ലി പ്രയർ ടു ദ എക്സൈസ് ഓഫ് റൈറ്റ് ഡിവൈഡഡ് ബൈ തിയററ്റിക്കലി എക്സ്ട്രൈറ്റ് ഫെയർ വാല്യൂ പെർ ഷെയർ. ഓക്കെ, സോ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് പ്രയർ ടു ദ ഇഷ്യൂ അതിനോടൊപ്പം മൾട്ടിപ്ലൈ ബൈ ദ ഫോളോയിങ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ ദാറ്റ് ഈസ് ഫെയർ വാല്യൂ പെർ ഷെയർ ഇമീഡിയറ്റ്ലി പ്രയർ ടു ദ എക്സസൈസ് ഓഫ് റൈറ്റ് ഡിവൈഡഡ് ബൈ തിയററ്റിക്കൽ എക്സ്ട്രൈറ്റ് ഫെയർ വാല്യൂ പെർ ഷെയർ. അപ്പോൾ തിയററ്റിക്കലി എക്സ്ട്രൈറ്റ് ഫെയർ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? The theoretical extract fair value per share is calculated by adding the aggregate fair value of the shares immediately prior to the exercise of the rights to the proceeds from the exercise of the rights and dividing by number of shares outstanding after the exercise of the rights. Theoretical X price is equal to new shares into issue price plus odd share into market price divided by
ന്യൂ ഷെയർ പ്ലസ് ഓൾഡ് ഷെയർ. ഇതാണ് തിയററ്റിക്കൽ റൈറ്റ്. ഇതാണ് തിയററ്റിക്കൽ എക്സ് റൈറ്റ് പ്രൈസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓർത്തിരുന്നാൽ മതിയാവും. ഓക്കെ, സോ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ടു ബി ഇഷ്യൂഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ദ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് പ്രയർ ടു ദ ഇഷ്യൂ മൾട്ടിപ്ലൈഡ് ബൈ fair value per share immediately prior to the exercise of rights divided by theoretical x right fair value per share. Theoretical x right fair value per share കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ന്യൂ ഷെയർ ഇൻറ്റു ഇഷ്യൂ പ്രൈസ് പ്ലസ് ഓൾഡ് ഷെയർ ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ ന്യൂ ഷെയർ പ്ലസ് ഓൾഡ് ഷെയർ. നെക്സ്റ്റ് വരുന്നത് ഡൈല്യൂട്ടഡ് ഏർണിംഗ്സ് പെർ ഷെയർ ആണ്. ഇൻ കാൽക്കുലേറ്റിംഗ് ഡൈല്യൂട്ടഡ് ഏർണിംഗ്സ് പെർ ഷെയർ, effect is given to all dilutive potential equity shares that were outstanding during the period. So dilutive potential equity shares എന്ന് പറയുമ്പോൾ എന്താണ്? പൊട്ടൻഷ്യൽ ഇക്വിറ്റി ഷെയർസിനെ ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് പെർ ഷെയറിൽ എന്തെങ്കിലും ഡിക്രീസ് വരിക എന്നുണ്ടെങ്കിൽ ആ കണ്ടീഷനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഡൈലൂട്ടീവ് ആയിട്ടാണ്. അതിനെയാണ് നമ്മൾ ഡൈലൂട്ടീവ് പൊട്ടൻഷ്യൽ ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഡൈലൂട്ടഡ് ഏർണിംഗ്സ് പെർ ഷെയറിൽ നമ്മുടെ ന്യൂമറേറ്റർ എന്താണെന്ന് നോക്കാം. ദാറ്റ് ഈസ് ദ നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ പീരീഡ് ആട്രിബ്യൂട്ടബിൾ ടു ഇക്വിറ്റി ഷെയർസ്. അതെന്താണ്? ഈസ് ഒന്നാമത്തത് increased by the amount of dividends. Okay, increased by the amount of dividends recognized in the period in respect of the dilutive potential equity shares are adjusted for any attributable change in tax expense for the period. അപ്പോൾ ഈ ഒരു എമൗണ്ട് ഓഫ് ഡിവിഡൻസിനെ എന്തുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു? എനി ആട്രിബ്യൂട്ടബിൾ ചേഞ്ച് ഇൻ ടാക്സ് എക്സ്പെൻസ് ഫോർ ദ പീരീഡ്. സെയിം ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഇൻട്രസ്റ്റിലും വരുന്നത്. ഇൻക്രീസ്ഡ് ബൈ ദ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് റെക്കഗ്നൈസ്ഡ് ഇൻ ദ പീരീഡ് ഇൻ റെസ്പെക്ട് ഓഫ് ദി ഡൈലൂട്ടീവ് പൊട്ടൻഷ്യൽ ഇക്വിറ്റി ഷെയർസ് ആർ അഡ്ജസ്റ്റഡ് for any attributable change in tax expense for the period. And ഒന്നും കൂടി വരുന്നുണ്ട് ന്യൂമറേറ്ററിനുള്ളിൽ, adjusted for the after tax amount of any other changes in expense or income that would result from the conversion of the dilutive potential equity shares. ഇനി ഡിനോമിനേറ്റർ നോക്കാം. The weighted average number of equity shares outstanding during the period is increased by the weighted average number of additional equity shares which would have been outstanding assuming the conversion of all dilutive potential equity shares. For the purpose of calculating diluted earnings per share, an enterprise should assume the exercise of dilutive potential and other dilutive potential equity shares of the enterprise. For diluted earnings per share calculate ചെയ്യാനായിട്ട് ഒരു enterprise എന്ത് assume ചെയ്യണം? The exercise of dilutive optionum അതുപോലെ തന്നെ and other dilutive potential equity shares of the enterprises. The assumed proceedings from these issues should be considered to have been received from the issue of shares at fair value. The difference between the number of shares issuable and the number of shares that would have been issued at fair value should be treated as an issue of equity shares for no consideration. So number of shares issuable number of shares that would have been issued at fair value ഇതിൻ്റെ ഡിഫറൻസ് എന്ത് ചെയ്യണം? should be treated as an issue of equity shares for no consideration. Options and other share purchase arrangements are dilutive when they would result in the issue of equity shares for less than fair value. The amount of dilution is fair value less the issue price. Therefore, in order to calculate diluted earnings per share, each arrangement is treated as consisting of എന്തൊക്കെയാണ്? A contract to issue a certain number of equity shares at their average fair value during the period. ഇപ്പോൾ ഫസ്റ്റ് വരുന്ന കോൺട്രാക്ട് എന്ന് പറയുന്നത് a contract to issue a certain number of equity shares at their average fair value during the period. The shares to be so issued are fairly priced and are assumed to be neither dilutive nor anti-dilutive. രണ്ടാമതിനുള്ളിൽ വരുന്നത് a contract to issue the remaining equity shares for no consideration. Such equity shares generate no proceeds and have no effect on the net profit attributable to equity shares outstanding. Then anti-diluted potential equity shares. നമ്മൾ നേരത്തെ പറഞ്ഞത് diluted potential equity shares ആയിരുന്നു. Now anti-diluted potential equity shares. Potential equity shares are anti-dilutive when their conversion to equity shares would increase earnings per share from containing ordinary activities or decrease loss per share from containing ordinary activity. അപ്പോൾ ആൻറ്റി ഡൈല്യൂട്ടീവ് പൊട്ടൻഷ്യൽ ഇക്വിറ്റി ഷെയർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഇവിടെ ഈ പൊട്ടൻഷ്യൽ ഇക്വിറ്റി ഷെയർസിനെ ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏർണിങ്സ് പെർ ഷെയർ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുകയോ അല്ലെങ്കിൽ ലോസ് പെർ ഷെയർ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യുകയെന്നുണ്ടെങ്കിൽ ആ കണ്ടീഷനെയാണ് നമ്മൾ ആൻറ്റി ഡൈല്യൂട്ടഡ് എന്ന് പറയുന്നത്. ആ ഇക്വിറ്റി ഷെയറിനെയാണ് നമ്മൾ ആൻറ്റി ഡൈല്യൂട്ടഡ് പൊട്ടൻഷ്യൽ ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. ഇൻ കൺസിഡറിംഗ് വെദർ പൊട്ടൻഷ്യൽ ഇക്വിറ്റി ഷെയർസ് ആർ ഡൈല്യൂട്ടീവ് ഓർ ആൻറ്റി ഡൈല്യൂട്ടീവ്, ഈച്ച് issue or series of potential equity shares is considered separately rather than in aggregate. അപ്പോൾ ഇത് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ഓരോ ഷെയർ അല്ലെങ്കിൽ ഓരോ സീരീസ് ഓഫ് പൊട്ടൻഷ്യൽ ഇക്വിറ്റി ഷെയർസിനെയും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. പൊട്ടൻഷ്യൽ ഇക്വിറ്റി ഷെയർസ് ആർ വെയ്റ്റഡ് ഫോർ ദ പീരിയഡ് ദേ വർ ഔട്ട്സ്റ്റാൻഡിങ്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രസൻറ്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം.
An enterprise should present basic and diluted earnings per share on the trace of the statement of profit and loss for each class of equity shares that has a different right to share in the net profit for the loss. ഒരു എൻ്റർപ്രൈസ് ബേസിക് ആൻഡ് ഡൈലൂട്ടഡ് ഏർണിംഗ്സ് പെർ ഷെയർ പ്രസൻറ്റ് ചെയ്യേണ്ടത് എവിടെയാണ്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സിലാണ്. ഫോർ ഈച്ച് ക്ലാസ് ഓഫ് ഇക്വിറ്റി ഷെയർസ് ദാറ്റ് ഹാസ് എ ഡിഫറെൻറ്റ് റൈറ്റ് ടു ഷെയർ ഇൻ ദ നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ പീരീഡ്. Accounting Standard 20 requires an enterprise to present basic and diluted earnings per share even if the amount disclosed are negative. Amount നെഗറ്റീവ് ആണെങ്കിൽ പോലും എന്ത് ചെയ്യണം? ബേസിക് ആൻഡ് ഡൈലൂട്ടഡ് ഏർണിംഗ്സ് പെർ ഷെയർ പ്രസൻറ്റ് ചെയ്യണം എന്നാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 20 പറയുന്നത്. ഇനി റീസ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. If the number of equity or potential equity shares outstanding increases a result of a bonus issue or share split or decreases as a result of reverse share split, the calculation of basic and diluted earnings per share should be adjusted for all the product presented. Number of equity or potential equity shares outstanding എന്ന് പറയുന്നത് ബോണസ് ഇഷ്യൂവിൻ്റെ അല്ലെങ്കിൽ ഷെയർ സ്പ്ലിറ്റിൻ്റെ ഭാഗമായിട്ട് ഇൻക്രീസ് ആവുകയോ അല്ലെങ്കിൽ റിവേഴ്സ് ഷെയർ സ്പ്ലിറ്റിൻ്റെ ഭാഗമായിട്ട് ഡിക്രീസ് ആവുകയോ ചെയ്യുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത് ദി കാൽക്കുലേഷൻ ഓഫ് ബേസിക് ആൻഡ് ഡൈലൂട്ടഡ് ഏർണിംഗ്സ് പെർ ഷെയർ ഷുഡ് ബി adjusted for all the product presented. If these changes occur after the balance sheet date but before the date on which the financial statements are approved by the board of directors, ഈ ചേഞ്ചസ് ഉണ്ടായിരിക്കുന്നത് ബാലൻസ് ഷീറ്റിന് ശേഷവും അതുപോലെ ബിഫോർ ദ ഡേറ്റ് ഓൺ വിച്ച് ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ അപ്രൂവ്ഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്രൂവ് ചെയ്യുന്നതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ ദ പെർ ഷെയർ കാൽക്കുലേഷൻ ഫോർ ദോസ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് any prior period financial statements presented should be based on the new number of shares. New number of ഷെയറിൻ്റെ ബേസിസിലായിരിക്കും. ദെൻ ഡിസ്ക്ലോഷർ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 20 പ്രകാരം എന്തൊക്കെ കാര്യങ്ങൾ ഒരു എൻ്റർപ്രൈസ് ഡിസ്ക്ലോസ് ചെയ്യണം എന്ന് നോക്കാം. An enterprise should disclose where the statement of profit and loss includes extraordinary items, basic and diluted earnings per share computed on the basis of earnings എക്സ്ക്ലൂഡിങ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ്. സോ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ്, ബേസിക് ആൻഡ് ഡൈലൂട്ടഡ് ഏർണിംഗ്സ് പെർ ഷെയർ കമ്പ്യൂട്ടഡ് ഓൺ ദ ബേസിക് ഓഫ് ഏർണിംഗ്സ് എക്സ്ക്ലൂഡിങ് എന്താണ്? എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ്. ദെൻ the amount used as the numerator in calculating basic and diluted earnings per share and a reconciliation of these amounts to the net profit or loss for the period. Then the weighted average number of equity shares used as the denominator in calculating basic and diluted earnings per share and a reconciliation of these denominators to each other. Then the nominal value of shares along with the earnings per share figures. സോ ചുരുക്കി പറയാന്നുണ്ടെങ്കിൽ ഒരു എൻ്റർപ്രൈസ് എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യണം? ഈ പറയുന്ന ബേസിക് ആൻഡ് ഡൈലൂട്ടഡ് ഏർണിംഗ്സ് പെർ ഷെയർ എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതുപോലെ തന്നെ ഏർണിംഗ്സ് പെർ ഷെയറിനുള്ളിൽ ന്യൂമറേറ്ററിൽ വന്ന എമൗണ്ട് ആൻഡ് ഡിനോമിനേറ്ററിൽ വന്ന എമൗണ്ട്, ദ നോമിനൽ വാല്യൂ ഓഫ് ഷെയർസ് അലോങ് വിത്ത് ദ ഏർണിംഗ്സ് പെർ ഷെയർ ഫിഗേഴ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യണം. സോ ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ 5 അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 20 ദാറ്റ് ഈസ് ഏർണിംഗ്സ് പെർ ഷെയറിനുള്ളിൽ വരുന്നത്. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. Also make sure that you are a subscriber of my channel and press the bell icon to get notified. Thank you.